Good morning. Good morning, ma'am. Okay, നമ്മുടെ laundry and linen എവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്? Classification of linen in hospital. Okay, classification. Okay, just നാലെണ്ണം പറഞ്ഞല്ലേ ഉള്ളൂ. കംപ്ലീറ്റ് ആയില്ലല്ലോ. ഇല്ല മാം, നാലെണ്ണം പറഞ്ഞതേ ഉള്ളൂ. Okay. Okay, അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിനൻ ഇൻ ഹോസ്പിറ്റൽസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്. 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഹോസ്പിറ്റൽ ലിനൻസിനെ പറ്റിയുള്ളത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഏതാ? ജനറൽ പർപ്പസ് ലിനൻ അല്ലെ, നമ്മുടെ ജനറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ വരാം അതില്? കർട്ടൻസ്, സ്ക്രീൻ, ടേബിൾ ക്ലോത്ത് അല്ലെ, ഇതെല്ലാം വരാം. ഇപ്പൊ ഈ 4 എണ്ണത്തിന്റെയും പേരുകൾ പഠിച്ചു വയ്ക്കണം. അതിനുള്ളിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള തുണിത്തരങ്ങള് ലിനൻസ് ഏതൊക്കെയാണ് എന്നും മനസ്സിലാക്കി വെക്കണം കേട്ടോ. 4 എണ്ണമാണുള്ളത്. ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഏതൊക്കെയാ? ജനറൽ പർപ്പസ് ലിനൻ ആവുമ്പോ കർട്ടൻസ് വരുന്നുണ്ട്, സ്ക്രീനുകള്, ടേബിൾ ക്ലോത്ത് ഇതെല്ലാം വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് പേഷ്യന്റ് ലിനൻ അല്ലെ. ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ടൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ വരാം? പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ഗൗണുകള്, കോട്ടുകള് മുതലായവ. വാർഡ് ലിനൻ എന്ന് പറയുമ്പോൾ വാർഡിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള തുണിത്തരങ്ങൾ അല്ലെ, ക്ലോത്തിങ് യൂസ്ഡ് ഇൻ വാർഡ്സ് ലൈക്ക് ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ കവർ മുതലായിട്ടുള്ള സാധനങ്ങൾ. ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ആണ് ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, പ്രൊസീജിയർ റൂം ലിനൻ. ഇതിലെല്ലാം ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള്, സർജിക്കൽ ഗൗണുകള്, സ്ക്രബ് സ്യൂട്ടുകള്, ഗൗൺ ക്യാപ്പുകള് ഇതെല്ലാം ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട്, ലേബർ റൂമുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ റൂം ലിനനുമായി ബന്ധപ്പെട്ടുള്ള തുണിത്തരങ്ങളാണ്. ഈ 4 ക്ലാസിഫിക്കേഷൻസ് അതിലുൾപ്പെടുന്ന തുണിത്തരങ്ങൾ അല്ലെങ്കിൽ ലിനൻസ് ഏതൊക്കെയാണ് എന്നും മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് പ്രോപ്പർ ഹെൽത്ത് കെയർ ലോണ്ടറി പ്രൊസീജിയേഴ്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ആർ വെരി ഇമ്പോർട്ടന്റ് to infection control and prevention of spread of diseases. നമുക്കറിയാം ഒരു നല്ല ലോണ്ടറി പ്രൊസീജിയർ, ശരിയായ ഒരു നല്ല ലോണ്ടറി പ്രൊസീജിയേഴ്സ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് അണുവിമുക്തമാക്കുന്ന പ്രൊസീജിയേഴ്സ് മുതലായ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു വേണ്ടിയായിരിക്കാം ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്പ്രെഡ് ഓഫ് ഡിസീസസ്. ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക അല്ലെ, ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കണം. കൂടാതെ the prevention of spread of diseases, രോഗ അണുക്കൾ അല്ലെ, ഡിസീസുകൾ അല്ലെങ്കിൽ രോഗബാധ അല്ലെങ്കിൽ രോഗങ്ങള് പകരുന്നതിനെ തടയുന്നതിനും ഇൻഫെക്ഷൻസിലേക്ക് കൺട്രോൾ ചെയ്യുന്നതിനും എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നല്ലൊരു ഡിസ്ഇൻഫെക്റ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവുക. എന്ന് വെച്ചാൽ എന്താ? നല്ലൊരു അണുവിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രൊസീജിയേഴ്സ്. അതുപോലെ ലോണ്ടറി, നല്ല രീതിയിലുള്ള ശരിയായ ലോണ്ടറി പ്രൊസീജിയറുകള്, പിന്നീടുള്ള തുണിത്തരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഓരോ മേഖലയാണെങ്കിലും ആ ഹോസ്പിറ്റലിനെ ശരിയായ രീതിയിൽ അണുവിമുക്തമാക്കുന്നത് വഴി നമുക്ക് എന്ത് സാധിക്കും? ഇങ്ങനെയുള്ള രോഗങ്ങള് പകരുന്നത് തടയാൻ പറ്റും. കൂടാതെ ഇൻഫെക്ഷൻസിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. Then it is a very important to establish and carry out healthcare laundry guidelines to make sure that staff have the right protection and safety. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഈ ലോണ്ടറിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് മേഖലയുമായി ബന്ധപ്പെട്ടും ഈ ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്താൽ അണുവിമുക്തമാക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള പ്രൊസീജിയറുകൾ ചെയ്യുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഓൾറെഡി പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ക്യാരി ഔട്ട് ഹെൽത്ത് കെയർ ലോണ്ടറി ഗൈഡ്ലൈൻസ്. ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണം അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നല്ല ലോണ്ടറി ഗൈഡ്ലൈൻസ് അല്ലെങ്കിൽ ലോണ്ടറിയുമായി ബന്ധപ്പെട്ട് നല്ല നിർദ്ദേശങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത് സ്ഥാപിക്കുകയും ക്യാരി ഔട്ട് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും എന്ത് ഉറപ്പുവരുത്താൻ പറ്റും? നമുക്ക് ആ ഓരോ ജീവനക്കാരുമായി ബന്ധപ്പെട്ട
റൈറ്റ് പ്രൊട്ടക്ഷൻ, അവർക്ക് ശരിയായ രീതിയിൽ സംരക്ഷണം കിട്ടുന്നുണ്ടോ, ആൻഡ് സേഫ്റ്റി, അവരുടെ സുരക്ഷിതത്വവും ശരിയായ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണവും ഒക്കെ നമുക്ക് നന്നായി ഉറപ്പുവരുത്താനായിട്ട് പറ്റും. നല്ലൊരു ലോണ്ടറി സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല രീതിയിലുള്ള ലോണ്ടറിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അതുവഴി അവിടെയുള്ള ഓരോ ജീവനക്കാരുടെയും സുരക്ഷിതത്വവും സംരക്ഷണവും നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ഓരോ ജീവനക്കാരും അവരാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ അല്ലെ. തുണിത്തരങ്ങള് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ലോണ്ടറിയിലേക്ക് കൊണ്ടുവരുന്നതിനും അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിതരണം ചെയ്യുന്നതിനും ഇതെല്ലാം അവിടെയുള്ള ജീവനക്കാരാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരുടെ സുരക്ഷിതത്വവും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മുന്നിൽ കാണേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ ജീവനക്കാരുടെയും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കോമൺ പ്രാക്ടീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അവിടുത്തെ ജീവനക്കാരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. നോക്കി ഫസ്റ്റ് യൂസ് ഓഫ് PPE. എന്താണ് PPE? പഠിച്ചിട്ടില്ലേ? നമ്മള് PPE പഠിച്ചിട്ടില്ലേ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. വെരി ഗുഡ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല മിക്ക ചാപ്റ്ററുകളിലും നമ്മൾ ഈ ഒരു PPE എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ യൂസ് ഓഫ് PPE. അപ്പൊ അവിടുത്തെ ജീവനക്കാർ എന്ത് ചെയ്യണം, ഈ പറയുന്ന ലോണ്ടറിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുണിത്തരങ്ങൾ കളക്ട് ചെയ്യുമ്പോഴും തിരിച്ചത് ഓരോ സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ അവർ എന്ത് ധരിച്ചിരിക്കണം എന്നാ പറയുന്നത്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക അല്ലെ. അത് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഇഞ്ചുറിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻഫെക്ഷനിൽ നിന്നോ ഒക്കെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവരിങ്ങനെയുള്ള PPE ധരിക്കുക. ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ബാഗ്സ് ടു കളക്ട് സ്റ്റെയിൻഡ് ലിനൻ. ഇപ്പൊ നമ്മളറിയാം നമ്മുടെ വീടുകളിലൊക്കെ എങ്ങനെയാ നമ്മൾ തുണിത്തരങ്ങൾ എങ്ങനെയാ കൊണ്ടുവരുന്നത്, റൂമിനൊക്കെ വേസ്റ്റ് അല്ലെങ്കിൽ എന്താ മുഷിഞ്ഞ തുണിയൊക്കെ എങ്ങനെയാ കൊണ്ടുവരാറ്, നിങ്ങൾ എങ്ങനെ കളക്ട് ചെയ്യുന്നേ? ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, കൈ കൊണ്ട് എടുത്തിട്ട് വരും അല്ലെ. കയ്യിലും കൊണ്ടുവരാറില്ല, എഴുത്ത് കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ കയ്യിൽ കൊണ്ടുവരാല്ലേ ചെയ്യാറ്. അപ്പൊ അതുപോലെയൊന്നും നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിൽ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഈ പറയുന്ന കാര്യമൊക്കെ നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്ന ഇൻഫെക്ഷൻസ് പകരാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെ. അപ്പൊ ഈ തുണിത്തരങ്ങള് ഈ പറയുന്ന സ്റ്റാഫുകൾ അവർ ഹാൻഡ് കൊണ്ട് അത് എന്ത് ചെയ്യുന്ന കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് അവർക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള കറവറ്റീതാവാം അല്ലെങ്കിൽ മുഷിഞ്ഞതായിട്ടുള്ള ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ലിനൻസ് എപ്പോഴും എന്തിൽ കളക്ട് ചെയ്ത് കൊണ്ടുവരണം, ബാഗുകളിലായിട്ട് കളക്ട് ചെയ്തായിരിക്കണം കൊണ്ടുവരേണ്ടത്. അത് കൂടാതെ തന്നെ ഇപ്പൊ ഓരോ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന ഓരോ ഏരിയയിലും അതിൻ്റെതായിട്ടുള്ള വിവിധ തുണിത്തരങ്ങള് നിക്ഷേപിക്കാനായിട്ട് അതിൻ്റെതായിട്ടുള്ള ബാഗുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അത് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നിക്ഷേപിക്കേണ്ടതും അങ്ങനെയുള്ള ബാഗുകളിലാക്കിയായിരിക്കണം ഇത് കൊണ്ടുവരേണ്ടതും. അത് ആ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് സ്റ്റോർ സ്റ്റെയിൻഡ് ആൻഡ് ക്ലീൻ ലോണ്ടറി സെപ്പറേറ്റ്ലി അല്ലെ. എപ്പോഴും നല്ല സ്റ്റെയിൻ എന്ന് പറയുന്ന കറ പറ്റിയ അല്ലെങ്കിൽ കുഷിതായിട്ടുള്ള തുണിത്തരങ്ങള് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം അല്ലെ. അത് ക്ലീൻ ചെയ്തിട്ടുള്ള ലോണ്ടറി തുണിത്തരങ്ങൾ എങ്ങനെയായിരിക്കണം, അത് വേറെ ആയിട്ടായിരിക്കണം സ്റ്റോർ ചെയ്യുന്നത്. ഒരിക്കലും ഇത് ഒരുമിച്ച് നമ്മൾ വെക്കാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫെക്ഷൻസ് ഒന്നും സ്പ്രെഡ് ആവാതിരിക്കുന്നതിന് വേണ്ടി രണ്ടും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യുക. നാലാമത് പറയുന്നത് ഹാൻഡ് ഹൈജീൻ. അവിടെയുള്ള ഓരോ സ്റ്റാഫുകളും അവരുടെ കയ്യുമായി ബന്ധപ്പെട്ട ശുചിത്വം എന്ത് ചെയ്യണം, പാലിക്കണം അല്ലെ. കൃത്യമായിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ അവർ കൈകാര്യം ചെയ്യുമ്പോൾ അവരെപ്പോഴും എന്ത് ചെയ്യണം, ഗ്ലൗസ് ധരിക്കണം എന്ന് നമ്മൾ പഠിച്ചില്ലേ. ഗ്ലൗസുകൾ ധരിച്ചായിരിക്കണം ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താണ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള കറവറ്റി തുണിത്തരങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഗ്ലൗസ് ധരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലീൻഡ് ആയിട്ടുള്ളത് ആണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു ക്ലീൻഡ് ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിച്ച് തന്നെയായിരിക്കണം അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ ആണ് പ്രൊവൈഡ് ട്രെയിനിങ് ഓൺ പ്രോപ്പർ ലോണ്ടറി ഹാൻഡ്ലിംഗ്. ശരിയായ രീതിയിൽ ഈ ലോണ്ടറി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ആർക്ക് കൊടുക്കണം, അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും പ്രൊവൈഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ 5 കാര്യങ്ങൾ ഇവിടെ വരുന്ന ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ സേഫ്റ്റി അവരുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ള 5 കോമൺ പ്രാക്ടീസസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ല PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യുക. രണ്ടാമത് പറഞ്ഞത് ഇങ്ങനെയുള്ള മുഷിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കറപറ്റിയ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങള് എപ്പോഴും ബാഗുകളിലാക്കി കളക്ട് ചെയ്തായിരിക്കണം കൊണ്ടുവരേണ്ടത്.
മൂന്നാമത് പറഞ്ഞ എന്താ സ്റ്റെയിൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഇങ്ങനെയുള്ള യൂസ്ഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം സ്റ്റോർ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വൃത്തിയാക്കിയിട്ടുള്ള തുണിത്തരങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം. ഫോർത്ത് വൺ പറഞ്ഞ എന്താ ഹാൻഡ് ഹൈജീൻസ് അല്ലെങ്കിൽ കൈയുമായി ബന്ധപ്പെട്ട ശുചിത്വം കൃത്യമായിട്ട് പാലിക്കണം. അഞ്ചാമത് പറഞ്ഞ എന്താണ് ശരി ലോണ്ട്രി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ശരിയായിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഓരോ ജീവനക്കാർക്കും നൽകുകയും ചെയ്യണം. ഈ 5 കാര്യങ്ങളിലൂടെ നമുക്ക് അവിടെയുള്ള സ്റ്റാഫുകളുടെ സേഫ്റ്റിയും പ്രൊട്ടക്ഷനും ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ. ഈ ഒരു ഭാഗം നോട്ട് ചെയ്യണം കേട്ടോ. പ്രോസസിംഗ് ഓഫ് സോയിൽഡ് ലിനൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഈ ഒരു സൈക്കിൾ ആണ്. ഈ ഒരു സൈക്കിൾ നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണാനുള്ള ഭാഗമാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ മിസ്സാക്കി കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഓപ്ഷൻസിൽ നിന്ന് എടുത്തിടാൻ പറയാം, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഇത് ഫ്ലോ ചാർട്ട് പോലെയൊക്കെ നിങ്ങൾക്ക് തന്നേക്കാം. അപ്പൊ അങ്ങനെയുള്ള ഫ്ലോ ചാർട്ടിൽ ചിലപ്പോൾ തെറ്റായ ഫ്ലോ ചാർട്ടുകൾ കൊടുക്കാം, അതിന് ശരിയായിട്ടുള്ളത് ഐഡന്റിഫൈ ചെയ്തിടാൻ പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഫ്ലോ ചാർട്ടിൽ ഏതെങ്കിലും ഒക്കെ ഭാഗങ്ങൾ മിസ്സായി കൊടുത്തിട്ട് അത് ഈ ഓപ്ഷനുകളിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്ത് എടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഈ ഒരു സൈക്കിൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നോക്കിയപ്പോ ഓരോ പ്രോസസ്സും എന്താണെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് പ്രോസസ് എന്താ ഒരു സോയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ലിനൻ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് പ്രോസസ്സിങ് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റുന്നത്, ആ ഒരു പ്രോസസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത് സോർട്ടിങ് അല്ലെ. നമുക്കറിയാം ഇവിടെ എന്താ യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഈ ലിനൻസ് എന്ത് ചെയ്യുന്നു സോർട്ടിങ് വേർതിരിക്കുന്നു അല്ലെ തരംതിരിക്കുന്നു. The used linen should be collected from each department and separated. അല്ലെ ആ യൂസ്ഡ് ആയിട്ടുള്ള ലിനൻസ് ഉപയോഗിച്ച ഇങ്ങനെയുള്ള തുണിത്തരങ്ങള് ആ ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കളക്ട് ചെയ്യുന്നു, അത് സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വേർതിരിക്കുന്നു. The linen tainted with body fluids should be kept separately. എപ്പോഴും ലിനൻ tainted എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആവുക കേട്ടോ, അല്ലെങ്കിൽ മലിനമാവുക എന്ന മീനിങ് ആണ് കേട്ടോ tainted എന്ന് പറയുന്നത്. ബോഡി ഫ്ലൂയിഡ്സ്, അപ്പൊ ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി, അത് സെപ്പറേറ്റ് ആയിട്ട് വേണം വെക്കാനായിട്ട്. അപ്പൊ എല്ലാം ഒരുമിച്ചല്ല നമ്മൾ പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ യൂസ്ഡ് ആയിട്ടുള്ള മുഷിഞ്ഞതായിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ അത് ഒരുമിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ട് വരുന്ന തുണിത്തരങ്ങളാണെങ്കിൽ അത് അതിൻ്റെതായ ഒരുമിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോസസ്സിങ് ചെയ്യുന്നത്. ഇനി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ആണെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ അതുപോലത്തെയുള്ള ഒരുമിച്ചുള്ള തുണിത്തരങ്ങൾ അങ്ങനത്തെ ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളത് ഒരുമിച്ചായിരിക്കും പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടല്ല നമ്മൾ പ്രോസസ്സിങ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഓരോന്നും വേർതിരിച്ച് തരം തിരിച്ച് വെച്ചിട്ട് അവിടെ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കണ്ടാമിനേറ്റഡ് ആവുന്നതുണ്ടാവും, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വീഡിയോ മാറ്റി വെക്കുന്നു. ക്ലിയർ അല്ലേ? സോർട്ടിങ് ക്ലിയർ അല്ലേ ആ ഒരു സ്റ്റെപ്പ്? Then second step നോക്കി സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. അവിടെ ഒരു ഹൈഫൺ ഇട്ട് കൊടുത്തു കേട്ടോ. സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്. എന്താണ് അവിടെ സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്യുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പാണ്. അവിടെ എന്താണ് ചെയ്യുന്നത് നമ്മുടെ സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ്? നോക്കിയേ ഇൻഫെക്റ്റഡ് ഓർ tainted linen after soaking in 0.5% bleaching solution for 30 minutes should be washed with water and detergent before washing. ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രധാനമായിട്ടുള്ള സ്ലൂയിസിംഗ് എന്ന് പറഞ്ഞാൽ കഴുകുക, ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് എന്ന് പറയുന്നത് അണുനശീകരണം ചെയ്യുക അല്ലെ. ഇവിടെ കഴുകുക എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു വാഷിംഗ് പ്രോസസ് അല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. മെയിൻ ആയിട്ടുള്ള ഒരു വാഷിംഗ് പ്രോസസ് അല്ല. എന്താ ചെയ്യുന്നത്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ എന്താ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് വഴിയോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം അണുനശീകരണം ചെയ്യാൻ ഡിസ്ഇൻഫെക്റ്റന്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നു നമ്മള് 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനില് ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുന്നത് എന്ന് വെച്ചാൽ എന്താ മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു തുണി എന്ത് ചെയ്യുന്നു? ആ ഒരു 0.5% ബ്ലീച്ചിങ് സൊല്യൂഷനില് ഒരു 30 മിനിറ്റ് എന്ത് ചെയ്യും? സോക്ക് ചെയ്ത് വെക്കും അല്ലെങ്കിൽ മുക്കി വെക്കും. അതിനുശേഷം ഷുഡ് ബി വാഷ്ഡ് വിത്ത് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ് ബിഫോർ വാഷിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട വാഷിംഗിലേക്ക് കൊടുക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ ആ ഒരു ബ്ലീച്ചിങ് സൊല്യൂഷനിലേക്ക് മുക്കി വെച്ചിരിക്കുകയല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യും? ഡിറ്റർജന്റും വെള്ളമൊക്കെ ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്ത് അതിൽ ഡിസ്ഇൻഫെക്റ്റിംഗ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രധാനപ്പെട്ട വാഷിംഗ് പ്രോസസ്സിലേക്ക് കൊടുക്കുന്നത്.
കിട്ടിയോ? അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വാഷിങ്ങിന് വേണ്ടി പ്രോസസ്സിങ്ങിന് വേണ്ടി ഇടുന്നില്ല. ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളാവാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മെയിൻ വാഷിങ്ങിന് വേണ്ടി വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള തുണിത്തരങ്ങളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ബ്ലീച്ചിങ് സൊല്യൂഷനില്, അതായത് കൃത്യമായിട്ടുള്ള കോൺസെൻട്രേഷൻ പറയുന്നുണ്ട് കേട്ടോ, 0.5% ആണ് പറയുന്നത്. ആ ഒരു കൃത്യമായിട്ടുള്ള ബ്ലീച്ചിങ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് അല്ലെങ്കിൽ കുതിർത്തി വെച്ചതിന് ശേഷം അത് ഡിറ്റർജന്റും വാട്ടറും ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്ത് ഡിസിൻഫെക്റ്റന്റ് ചെയ്യുന്നതിന് ശേഷമായിരിക്കും അത് മെയിൻ ആയിട്ടുള്ള വാഷിങ്ങിലേക്ക് കൊടുക്കുന്നത്. കിട്ടിയോ? Then the soiled linen should be bundled and arranging should be made. ഇങ്ങനെയുള്ള soiled linens അല്ലെങ്കിൽ infected linens ഒക്കെ ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഒരു വാഷിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ അത് ശരിക്കും മെയിൻ ആയിട്ട് വാഷിങ്ങിന് വേണ്ടി അത് ഒരുമിച്ച് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബണ്ടിലാക്കി കെട്ടിയാണ് വെക്കുന്നത്. അങ്ങനെ ബണ്ടിലാക്കി കെട്ടി വെച്ചതിന് ശേഷം അത് ഓരോന്നും അതിൻ്റെതായ രീതിയിലുള്ള പ്രോസസ്സിംഗ് അല്ലെങ്കിൽ വാഷിങ്ങിലേക്ക് കൊടുത്തുവിടാം. And the infected linen should be accounted for and handed over separately. ഒരിക്കലും എല്ലാം കൂടി ഒരുമിച്ച് പിന്നെയും നമ്മൾ വാഷ് ചെയ്യാൻ ഇടില്ല കേട്ടോ. സോയിൽഡ് ലിനൻ അല്ലെങ്കിൽ എന്താ, ഈ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കണ്ടാമിനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള കറ വെച്ചിട്ടുള്ള തുണിത്തരങ്ങൾ അല്ലെങ്കിൽ അത് അതിൻ്റെതായ സെപ്പറേറ്റ് ആയിട്ട് അത് ബണ്ടിലെടുത്ത് നമ്മൾ വാഷിങ്ങിന് വേണ്ടി ഇടും. ഇനി ഇൻഫെക്റ്റഡ് ലിനൻസ് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള എന്താണ്, അതിൻ്റെതായ അക്കൗണ്ടഡ് ഫോർ എന്താ, അതിൻ്റെതായ രീതിയിൽ അതിനെ പരിഗണിച്ചുകൊണ്ട് അതും ഹാൻഡ് ഓവർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വാഷിങ്ങിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. At this stage, the linen should also be inspected for tears and damage. ഈ ഒരു സ്റ്റേജിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കറപറ്റിയ ഇങ്ങനെയുള്ള തുണിത്തരങ്ങളിലൊക്കെ എന്തെങ്കിലും ടിയേഴ്സ് അല്ലെങ്കിൽ പിന്നലുകളോ ഡാമേജുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേജ് സ്ലൂയിസിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. ക്ലിയർ ആണോ? Then third one ആണ് washing, extracting, conditioning. അതിന് ആ ഒരു പ്രോസസ് എല്ലാം പറയുന്നുണ്ട് കേട്ടോ. The linen should be washed. ഇനി എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി ഡിസിൻഫെക്റ്റിംഗ് ചെയ്യും അല്ലെ. ഇത് നമ്മുടെ മെയിൻ ആയിട്ട് ഓരോരോ ബണ്ടിലാക്കി വെച്ച് തിരിച്ചു വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസ് എന്ത് ചെയ്യുന്നു, വാഷിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്യുന്നു. ചിലപ്പോ ഹാൻഡ് വെച്ച് വാഷ് ചെയ്യുന്നതാണെങ്കിൽ ഹാൻഡ് വാഷിംഗ് ചെയ്യാം. അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ടേക്കൻ ഔട്ട് കണ്ടീഷൻഡ്, നമ്മുടെ കണ്ടീഷനിങ് ആയിട്ടുള്ള ലിക്വിഡ്സ്, കണ്ടീഷൻഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാവുമല്ലോ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റുകളിൽ ഇതുപോലെ കണ്ടീഷനിങ് ചെയ്യാനായിട്ടുള്ള ലിക്വിഡ്സ് കാര്യങ്ങൾ ഉണ്ടാവും. ദെൻ അയൺഡ്, അത് എന്ത് ചെയ്യുന്നു, അവിടെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാക്ടിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാക്ടിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്താണ് എക്സ്ട്രാക്ടിങ് എന്ന് പറഞ്ഞാല് എന്തായിരിക്കും എക്സ്ട്രാക്ട്? അതൊരു സ്പെഷ്യൽ മെഷീൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ എല്ലാത്തിനും വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പല പല വെറൈറ്റി മെഷീൻസ്. ആ പിഴിഞ്ഞ് അതിൽ എന്താണ്, അതിലുള്ള വെള്ളം, വാട്ടർ കണ്ടന്റ് മുഴുവനായിട്ടും, എക്സസ് വാട്ടർ മുഴുവനായിട്ടും അതിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാക്റ്റീവ് മെഷീൻസും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വെള്ളത്തെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള തുണിത്തരങ്ങളിലുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ അധികമുള്ള വെള്ളം എല്ലാം അതിൽ നിന്ന് ഈ എക്സ്ട്രാക്റ്റീവ് മെഷീൻസ് ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നു. അത് കണ്ടീഷനിങ് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ കണ്ടീഷനിങ് ചെയ്യുന്നു. Then ironed by the laundry staff. Laundry staff എന്ത് ചെയ്യുന്നു, അയൺ ചെയ്യുന്നു. Then infected linen should be washed separately. അപ്പോഴും നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരിക്കലും വാഷ് ചെയ്യില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരിക്കും വാഷ് ചെയ്യുന്നത്. കിട്ടിയോ? തേർഡ് പോയിന്റ്, തേർഡ് സ്റ്റെപ്പ് ക്ലിയർ ആണോ? ഓക്കെ. Then fourth one ആണ് pressing and folding. എന്തായിരിക്കും pressing and folding എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള അയൺ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രസ്സിംഗ് മെഷീൻ തന്നെ അവിടെ ഉണ്ടാവും കേട്ടോ. അത് ഇതിന് വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിനൻ തുണിത്തരങ്ങളിലൊക്കെ നമ്മുടെ ചുളിവുകളോ കാര്യങ്ങളോ ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മുടക്കി വെക്കുക. അപ്പൊ ഇവിടെ ആദ്യം പ്രസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ അയൺ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ഒരു പ്രത്യേക അയൺ അല്ലെങ്കിൽ പ്രസ്സിംഗ് മെഷീൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ എയർ കംപ്രസർ പോലുള്ള ഉപയോഗിച്ചുകൊണ്ട് അതിലുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ മാറ്റി ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. അതിനെല്ലാം മെഷീനറീസ് ഉണ്ടാവും കേട്ടോ. എല്ലാം ഹാൻഡ് വെച്ചൊന്നും അല്ലായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള
കണ്ടിട്ടുണ്ടോ? ഓക്കെ, കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെയുള്ള മെഷീനറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ അത് പ്രസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ അത് നമുക്കറിയാം, നല്ല രീതിയിൽ അയൺ ചെയ്ത് പ്രസ് ചെയ്ത് നല്ല നീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു യൂസ് ചെയ്യുന്നത് വരെ നമ്മൾ ഫോൾഡ് ചെയ്ത് എന്ത് ചെയ്യും? നമ്മുടെ വീടുകൾ അങ്ങനെയല്ലേ, അയൺ ചെയ്തൊക്കെ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് വരെ അത് നല്ല രീതിയിൽ നീറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് ചുളികളൊന്നും ഇല്ലാത്ത രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കും അല്ലെ. അതുപോലെ തന്നെ അതും ഇവിടെ എന്ത് ചെയ്യുന്നു? ഫോൾഡ് ചെയ്ത് വെക്കുന്നു. ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ ഡ്രൈ പ്ലേസ് ഓൺ റാക്സ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു ഡ്രൈ ആയിട്ടുള്ള റാക്കുകളിൽ അല്ലെങ്കിൽ ഷെൽഫുകളിലായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. Clean linen should be shifted, transported on a clean trolley to various areas. ഇനി എന്ത് ചെയ്യും? ആവശ്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് അവരുടെ നീഡിനനുസരിച്ച് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ആവശ്യമായിട്ടുള്ള ഈ ക്ലീൻഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ എന്ത് ചെയ്യും? അവിടെ ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രോളിയിലാക്കിയിട്ട് ലിഫ്റ്റിലൂടെ പല പല ഏരിയകളിലേക്ക് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സ് നമ്മൾ അവിടെ എത്തുന്നത് അല്ലെങ്കിൽ അവിടെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് മുതൽ തിരിച്ച് അവിടെ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ പറഞ്ഞില്ലേ? അത് തന്നെയാണ് ആ ഒരു സൈക്കിളിലും പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, നമ്മൾ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും അവിടെ ഉണ്ട്. സ്ലൂയിസിങ്, എന്താ സോർട്ടിങ്, ആദ്യം എന്താണ്? അവിടെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മൾ സോർട്ട് ചെയ്യാം അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സ്ലൂയിസിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് ചെയ്യുന്നു. ദെൻ വാഷിംഗ് ചെയ്യുന്നു, എക്സ്ട്രാക്ടിങ് ചെയ്യുന്നു, കണ്ടീഷനിങ് ചെയ്യുന്നു, അയണിങ്, പ്രസിംഗ് ആൻഡ് ഫോൾഡിങ് ചെയ്യുന്നു. തിരിച്ച് നമ്മൾ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് പിന്നെയും അത് എന്ത് ചെയ്യുന്നു? അടുത്ത യൂസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരുന്നു, സോർട്ട് ചെയ്യുന്നു. അപ്പൊ ആ ഒരു സൈക്കിൾ പിന്നെയും അവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സൈക്കിളിന്റെ ആ ഓരോ പ്രോസസ്സും എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ സോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ചില രീതിയിൽ ഇപ്പൊ സോർട്ടിങ് എന്ന് ചോദിക്കാം. കാരണം എന്താ? നമുക്കറിയാം അത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇടുകയാണെന്നുള്ളത്. അല്ലാത്ത രീതിയിലുള്ള കുറെ ഇപ്പൊ എന്താണ് എക്സ്ട്രാക്ടിങ്, അല്ലെങ്കിൽ എന്താണ് വാഷിംഗ്, എന്താണ് അയണിങ്, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒക്കെ ഉണ്ടാവാറില്ല കേട്ടോ. എപ്പോഴും ഇത് ചോദിക്കുന്നത് ഈ പറയുന്ന ആ ഒരു സൈക്കിളിൽ എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അത് ഒരു ഫ്ലോ ചാർട്ട് പോലെ കണ്ടിട്ട് അതിൽ ഏതെങ്കിലും ഒക്കെ ശരിയായിട്ടുള്ള ഫ്ലോ ചാർട്ട് ഐഡന്റിഫൈ ചെയ്തിടാനോ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. കിട്ടിയോ? ആ ഒരു സൈക്കിൾ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ് ഇൻ എ ടിപ്പിക്കൽ ലോണ്ടറി. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ലോണ്ടറിയിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന മെഷീനറീസ് എന്തൊക്കെയാണ്? വാഷിംഗ് മെഷീൻസ്, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സ്റ്റീം മെഷീൻ, നമ്മുടെ തയ്യലുകൾക്ക് എന്തെങ്കിലുമൊക്കെ പിന്നലെ ഡാമേജ് തയ്ച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സൂയിങ് മെഷീൻസ് ഉണ്ടാവും. എയർ കംപ്രസർ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ട്രോളി, അയൺ വേണ്ടിയിട്ടുള്ള ഹാൻഡ് അയൺസ് ഉണ്ടാവും. അല്ലാതെ പ്രസിംഗിന് വേണ്ടിയിട്ടുള്ള പ്രസിംഗ് ചെയ്യാൻ രീതിയിലുള്ള മെഷീൻസ് ഉണ്ടാവും. വാഷിംഗ് മെഷീൻസ്, ഇതുപോലെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ നമ്മുടെ ആ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും. സം ഓഫ് ദ കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റിന്റെ ലോണ്ടറി. ലോണ്ടറിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഉപകരണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. Soiled or contaminated laundry handling is very vital for the safety and well-being of patients. പേഷ്യൻസ് ആണ് സ്റ്റാഫ്. എന്താ? ഒരു സോയിൽഡ് ആയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ മലിനമായിട്ടുള്ള യൂസ്ഡ് ആയിട്ടുള്ള ലോണ്ടറി അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അല്ലെ. ഇസ് എ വെരി വൈറ്റൽ ഫോർ സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ഓഫ് പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ്. അപ്പൊ ഇത് നല്ല രീതിയിൽ നമ്മളത് ഹാൻഡിൽ ചെയ്തില്ല അല്ലെങ്കിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക? അവിടെ പേഷ്യൻസിനാണെങ്കിലും സ്റ്റാഫുകൾക്കാണെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും വെൽബീയിങ്, അവരുടെ ക്ഷേമത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും ഈ പറയുന്ന ലോണ്ടറിയിലെ ഓരോ തുണിത്തരങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The linen that comes in contact with workers or individuals can become contaminated with injurious microorganisms and body fluids. ഇനി ഈ തുണിത്തരങ്ങൾ, അതായത് വർക്കേഴ്സ് ഓർ ഇൻഡിവിജ്വൽസ് ക്യാൻ ബിക്കം കണ്ടാമിനേറ്റഡ്. ഇപ്പൊ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഇൻജൂറിയസ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസംസ് അവരുടെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് അല്ലെ, അപ്പൊ ആ പേഷ്യൻസ്, ഇപ്പൊ ഒരു പേഷ്യന്റിന് ഒരു ഇൻജുറീസ് ആയിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ഡിസീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഇൻഫെക്ഷൻസ് ഡിസീസ് ഉണ്ടെങ്കിൽ നമ്മുടെ കോവിഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ അങ്ങനെയല്ലേ, ഇപ്പൊ കോവിഡ് വന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നിപ്പ വന്നവർക്കാണ് അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്കും അത് എന്ത് ചെയ്യുന്നുണ്ട്? പകരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട്
ഡിസീസുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളുള്ള പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന വർക്കേഴ്സിന്, ജീവനക്കാർക്ക് അല്ലെങ്കിലോ ആ വരുന്ന ഇൻഡിവിജ്വൽസ് അവരൊക്കെ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ അവർക്ക് എന്ത് ഉണ്ടാവാം, കണ്ടാമിനേറ്റഡ് ആവും അല്ലെ, വിത്ത് ഇൻജൂറിയസ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ എന്താണ് ബോഡി ഫ്ലൂയിഡ്സ്, അവരുടെ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ബോഡിയിലുള്ള ഇൻജൂറിയസ് മൈക്രോ ഓർഗാനിസംസ് വഴിയോ ആ തുണിത്തരങ്ങള് അല്ലെങ്കിൽ ലിനൻസ് എന്ത് ചെയ്യാം, കണ്ടാമിനേറ്റഡ് ആവാം അല്ലെ, മലിനമാവാം. Then personal protective equipment must go on when infection is handled. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ എപ്പോഴും ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അവിടെയുള്ള ജീവനക്കാരെ എന്ത് ഉപയോഗിച്ചിരിക്കണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. ഓൾ ഇൻഫെക്റ്റഡ് ലിനൻ മസ്റ്റ് ബി വാഷ് സെപ്പറേറ്റ്ലി ടു അതർ ഐറ്റംസ്. എല്ലാ ഇൻഫെക്റ്റഡ് ലിനൻസും നമ്മുടെ മറ്റ് ഐറ്റംസിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടാണ് വാഷ് ചെയ്ത് പ്രോസസ്സിംഗ് നടക്കുന്നത്. Then what are the different types of laundry collected? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി വരാൻ പോകുന്നത് what are the different types of laundry collected? നമ്മൾ കളക്ട് ചെയ്ത് വരുന്ന ലോണ്ടറി അല്ലെങ്കിൽ തുണിത്തരങ്ങൾ ഉണ്ടാവുമല്ലോ, യൂസ്ഡ് ആയിട്ടുള്ള ലിനൻസ്. ഈ യൂസ്ഡ് ലിനൻസിനെ തന്നെ നമ്മള് സെപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ, സോർട്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ, തരംതിരിക്കുന്ന പറഞ്ഞില്ലേ. അപ്പൊ അതെങ്ങനെയാണ് തരംതിരിക്കുന്നത്? 4 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. നമ്മൾ മുൻപ് പറഞ്ഞത് എന്താ, ആ ഒരു ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ലോണ്ടറിയെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ഏതൊക്കെയായിരുന്നു? ഹോസ്പിറ്റലിലെ 4 ക്ലാസിഫിക്കേഷൻ ഏതാ ലോണ്ടറിയുടെ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് മിസ് ചോദിക്കുന്നത്. ജനറൽ പർപ്പസ് ലിനൻ, ഏതാണ് അടുത്തത്? മറന്നുപോയോ? വാർഡ് ലിനൻ, ദെൻ പേഷ്യന്റ് ലിനൻ, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂം, then procedure room linen അല്ലെ. 4 ക്ലാസിഫിക്കേഷൻ. അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ നല്ല യൂസ്ഡ് ആയിട്ടുള്ളവയല്ലാണ്ട് ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ലിനൻസ്, നല്ല ഫീൽഡ് ആയിട്ടുള്ള ലിനൻസിനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതാണ് അവിടെ പറഞ്ഞത്. ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസ്ഡ് ആയിട്ടുള്ള ലിനൻസ് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോ അതിനെ 4 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തിരിക്കുന്നുണ്ട് അല്ലെ. അതാണ് ആ 4 ടൈപ്പാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട്, അപ്പൊ മാറിപ്പോവരുത്. അതിന് വേണ്ടിയാ പറയുന്നത് കേട്ടോ. അവിടെ ഇവിടെ നമ്മൾ കളക്ട് ചെയ്ത ലോണ്ടറി, നമ്മൾ യൂസ്ഡ് ആയിട്ട് ഉള്ള ലിനൻസ് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുമ്പോ യൂസ്ഡ് ലിനൻസിനെ നമുക്ക് 4 ആയിട്ട് എന്ത് ചെയ്യാം, തിരിക്കാം. 4 ടൈപ്പായിട്ട് തരംതിരിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് യൂസ്ഡ് ലിനൻ. ഉപയോഗിച്ചതായിട്ടുള്ള തുണിത്തരം. അതിലെന്തായിരിക്കും അവിടെ പ്രത്യേകത? Okay, this type of linen has been used in patient care but is not apparently tinted. ഇത് ഉപയോഗിച്ച തുണിയാണ് അല്ലെ, ഉപയോഗിച്ച ഒരു മെറ്റീരിയൽ ആണ്, എന്നാൽ പോലും അത് നമ്മുടെ പേഷ്യന്റിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ എന്താ, ബട്ട് ഇസ് നോട്ട് അപ്പാരന്റ്ലി ടെൻഡർ, നമുക്ക് വിസിബിൾ ആയിട്ട് നമ്മൾ എന്താ, നമുക്ക് കാഴ്ചയില് അത് ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടില്ല അല്ലെങ്കിൽ മലിനമായതോ മുഷിഞ്ഞതായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നുകയില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ, പേഷ്യന്റിന്റെ കെയറിന് വേണ്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും, ഇത് യൂസ്ഡ് ആണ്, ഉപയോഗിച്ചിട്ടുണ്ടാവും, എന്നാൽ പോലും നമുക്ക് വിസിബിൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണുന്ന രീതിയിലുള്ള അഴുക്കുകളോ സ്റ്റെയിൻസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ഉണ്ടാവില്ല. മനസ്സിലായോ? യൂസ്ഡ് ലിനൻ എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലിയർ ആയോ? അപ്പൊ യൂസ്ഡ് ആയിട്ടുള്ള ഈ തുണിത്തരങ്ങളെ നമ്മൾ 4 ആയിട്ട് സോർട്ട് ചെയ്യുന്നു, 4 ആയിട്ട് തരംതിരിക്കുന്നു. അതിൽ ഒന്നാമത്തേതാണ് യൂസ്ഡ് ലിനൻ. അപ്പൊ യൂസ്ഡ് ലിനൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്താ, അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഒരു പ്രാവശ്യം അവർ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിലുള്ള എന്താ അഴുക്കുകളോ അല്ലെങ്കിൽ സ്റ്റെയിൻസോ കാര്യങ്ങളോ ഒന്നും അതിൽ ഉണ്ടാവുന്നില്ല. കിട്ടിയോ? യൂസ്ഡ് ലിനൻ എന്താണ്? ക്ലിയർ ആയോ? Okay, then second one, okay, soiled linen. Soiled linen എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? This type of linen has been contaminated or tainted as they come in contact with the blood, body fluids, secretions or excretions or other items. ഇവിടെ soiled linen, used linen എന്താ നമ്മൾ പറയുന്നത്. ഇനി soiled linen എന്ന് പറയുമ്പോ അവിടെ എന്താണ്, ഇത് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ tainted, രണ്ടും ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട്. എന്ത് വഴിയാണ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളത്? ഈ തുണിത്തരങ്ങൾ എന്തുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ട്? ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ ബ്ലഡ് ബോഡിയുടെ സെക്രീഷൻസ് അല്ലെങ്കിൽ എക്സ്ക്രീഷൻസ് അല്ലെ, നമ്മുടെ യൂറിൻ ആവാം, ഫീസസ് ആവാം, മലമാവാം, മൂത്രമാവാം, അല്ലെങ്കിൽ നമ്മുടെ സലൈവ, അതുപോലുള്ള സെക്രീഷൻസ്, എക്സ്ക്രീഷൻസ്, ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് മുതലായവയുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള തുണിത്തരങ്ങൾ. അപ്പൊ കോണ്ടാക്റ്റിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കണ്ടാമിനേറ്റഡ് ആവും.
അല്ലെ, മലിനമായി. അങ്ങനെയുള്ള തുണിത്തരങ്ങളാണ് സോയിൽഡ് ലിനനിൽ വരുന്നത്. ക്ലിയർ ആണോ? സോയിൽഡ് ലിനൻ മനസ്സിലായോ? ഓക്കെ. Then third one ആണ് infected linen. എന്തായിരിക്കും infected linen? This type of linen can be used on soiled linen but from a patient with a known or suspected infection. ഇനി എന്താണ് ഇവിടെ ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്? ദിസ് ടൈപ്പ് ഓഫ് ലിനൻ ക്യാൻ ബി യൂസ്ഡ്. ആര് ഉപയോഗിച്ചിട്ടുണ്ടാവാം? അല്ലെങ്കിൽ അത് മലിനമായിട്ടുണ്ടാവാം. എങ്ങനെയുള്ള പേഷ്യൻസുമായി കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ്? വിത്ത് എ നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ. എന്താണ് ഇവിടെ നോൺ എന്ന് പറയുന്നത്? നമുക്ക് ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് അറിയാം. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു രോഗം, ഒരു കോവിഡ് വന്ന വ്യക്തിയാണ്, അയാൾക്ക് കോവിഡ് ഉണ്ടെന്ന് നമുക്ക് ആ ഒരു പേഷ്യന്റിന് കോവിഡ് ഉണ്ട് എന്ന് നമുക്ക് അറിയാം. അതാണ് നോൺ. അറിയാം, നമുക്ക് ആ ഒരു വ്യക്തിക്ക് അത് ഉണ്ടെന്ന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് യൂസ് ചെയ്തിട്ടുള്ള എന്താണ് ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങളാവാം. ഇല്ലെങ്കിലോ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംശയിക്കുന്നതായിട്ടുള്ള അണുബാധ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മളൊരു കോവിഡ് വന്ന സമയത്ത് ചില ആളുകളെ കൊണ്ടുപോയി ഐസൊലേറ്റഡ് റൂമിൽ ഇടാറില്ലേ? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? അല്ലെങ്കിൽ കുറച്ചുപേരെ എന്ത് ചെയ്യുന്നു? കുറച്ചുപേരെ ചിലവർ എന്ത് ചെയ്യാറുണ്ട്? സംശയാസ്പദമായിട്ട് നമ്മൾ കുറച്ചു ദിവസം ക്വാറന്റൈനില് അല്ലെങ്കിൽ എന്ത് ചെയ്യും വെക്കാറില്ലേ? നിരീക്ഷണത്തിന് വേണ്ടി വെക്കാറില്ലേ? കാരണം അവർക്ക് സംശയമുണ്ട്. കാരണം ഇവരുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അവർക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ, അണുബാധ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളോ അല്ലെങ്കിൽ നമുക്കറിയാം ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള രോഗമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള വ്യക്തികള്, അങ്ങനെയുള്ള പേഷ്യൻസ് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്ന തുണിത്തരങ്ങളെയാണ് നമ്മൾ ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. കിട്ടിയോ? ഇൻഫെക്റ്റഡ് ലിനൻ ക്ലിയർ ആണോ? Okay. Then fourth one ആണ് theatre linen. നമുക്കറിയാം അല്ലെ, theatre linen used in operation theatres or surgical procedures. ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ ഉപയോഗിച്ചിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ള ലിനൻസിനെയാണ് നമ്മൾ തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ട്രി കളക്ടഡ്, 4 തരത്തിലുള്ള ലോണ്ട്രി കളക്ട് ചെയ്ത ലോണ്ട്രിയെ നമ്മൾ 4 ടൈപ്പ് ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ് യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ. 4 ക്ലിയർ ആണോ? ഓക്കെ ആണോ? മറ്റേ 4 ക്ലാസിഫിക്കേഷനുമായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ കമ്പയർ ആവരുത് കേട്ടോ. അത് നമ്മുടെ വേറെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഉപയോഗിച്ച തുണിത്തരങ്ങളെയാണ് നമ്മൾ 4 ടൈപ്പായിട്ട് തിരിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. Then should be safe from potentially infectious material as well as for good hygienic practices. You should always use gloves when handling tainted or contaminated laundry and should remove the change to clean gloves before handling clean laundry. ഇനി എന്താ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. Should be safe from potentially infectious material. അപകടകരമായിട്ടുള്ള ഇങ്ങനെയുള്ള അണുബാധ വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽസിൽ നിന്നും സുരക്ഷിതമാവുന്നതിന് വേണ്ടി, സേഫ് ആവുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും നല്ലൊരു ഹൈജീനിക് പ്രാക്ടീസുകൾ അല്ലെ, നല്ല ഒരു ഹൈജീനിക് അല്ലെ ശുചിത്വ സമ്പ്രദായങ്ങൾ കൊണ്ട് നടക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? യു ഷുഡ് ഓൾവേസ് യൂസ് ഗ്ലൗസ്. നമ്മൾ എപ്പോഴും ഗ്ലൗസ്, ഇങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലൗസ് ധരിക്കുക. ആൻഡ് ഷുഡ് റിമൂവ് ടു ചേഞ്ച് ടു ക്ലീൻ ഗ്ലൗസ് ബിഫോർ ഹാൻഡിലിംഗ് ക്ലീൻ ലോണ്ട്രി. ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മളൊരു ഗ്ലൗസ് ധരിക്കുന്നുണ്ട് അല്ലെ. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ലോണ്ട്രിയാണ് നമ്മൾ ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നതെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഗ്ലൗസ് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്തിട്ട് പുതിയൊരു ക്ലീൻ ആയിട്ടുള്ള ഗ്ലൗസ് വീണ്ടും ധരിച്ചിട്ട് വേണം ക്ലീൻ ലോണ്ട്രീസ് കൈകാര്യം ചെയ്യാനായിട്ട് പോവാൻ പാടുള്ളൂ. If a person has a contagious disease or is on contact precautions, clothes should be washed separately. The washing machine must then be disinfected after washing. ഇനി എന്താ പറയുന്നത്? If a person has a contagious disease എന്ന് വെച്ചാൽ എന്താ? ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പകർച്ചവ്യാധികള്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? കോണ്ടാക്ട് പ്രിക്കോഷൻസ് അല്ലെ, അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന് മുൻകരുതൽ എടുക്കുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധിയുള്ള വ്യക്തികളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ക്ലോത്തുകൾ എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്
വാഷ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അത് കൂടാതെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ലിനൻസ് എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ആ വാഷിംഗ് മെഷീൻസ് എന്ത് ചെയ്യണം? മസ്റ്റ് then be disinfected after washing. ഒരു പ്രാവശ്യം ഇൻഫെക്റ്റഡ് ലിനൻസ് ഉപയോഗിച്ച് ഇട്ട് നമ്മൾ വാഷ് ചെയ്ത വാഷിംഗ് മെഷീൻ ആണ് വിചാരിക്കുക. അതിന്റെ അടുത്ത മെറ്റീരിയൽസ് ഇടുമ്പോ ഇതിനുള്ളിൽ നിന്ന് ഇൻഫെക്ഷൻ അതിൽ നിന്ന് പകരാൻ പാടില്ലേ? ആ ഒരു തുണിത്തരങ്ങളിലേക്ക് പകരാനുള്ള ചാൻസ് ഇല്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് വാഷ് ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസിൻഫെക്റ്റിംഗ് ചെയ്തിട്ട് മാത്രമേ അടുത്ത തുണിത്തരങ്ങൾ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? എപ്പോഴും വാഷിംഗ് മെഷീൻസ് ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് തുണിത്തരങ്ങൾ വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസിൻഫെക്റ്റിംഗ് ചെയ്തിട്ട് മാത്രമേ പിന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ലിനൻസ് എങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നത്? അതെങ്ങനെയാണ് പ്രോസസിംഗ് ചെയ്യുന്നത്? ഓക്കെ. ഓൾ ലിനൻ ആഫ്റ്റർ യൂസ് ഷുഡ് ബി കളക്ടഡ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർഡ് ആൻഡ് സെഗ്രിഗേറ്റഡ് ഇൻടു പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ് ആൻഡ് നോൺ പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ്. ഇനി എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ലിനൻസ് നമ്മൾ അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാവാം, വാർഡുകളിൽ നിന്നാവാം, എല്ലായിടങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ആൻഡ് സെഗ്രിഗേറ്റഡ് ഇൻടു, സെഗ്രിഗേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വേർതിരിക്കുക കേട്ടോ, ഇൻടു പൊട്ടൻഷ്യലി ഇൻഫെക്റ്റീവ് ആൻഡ് നോൺ പൊട്ടൻഷ്യലി ഇൻഫെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അണുബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളവയും സാധ്യത ഇല്ലാത്തവയുമായിട്ട് എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ലിനൻസ് കളക്ട് ചെയ്ത് വന്നാലും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? സെഗ്രിഗേറ്റ് അല്ലെങ്കിൽ വേർതിരിക്കുന്നു. ഇൻടു പൊട്ടൻഷ്യലി ഇൻഫെക്റ്റീവ്, അണുബാധ വരാൻ സാധ്യതയുള്ളവയും സാധ്യത ഇല്ലാത്തവയുമായിട്ട് എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. And place changed linen into a clearly labeled and leak-proof container. Example, bag, bucket in the patient care area. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയയില് ഈ പറയുന്ന വാർഡിലായാലും റൂമുകളിലായാലും അല്ലെങ്കിൽ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലോ വാർഡിലോ അങ്ങനെ ഏതൊരു സ്ഥലത്താണെങ്കിലും നമ്മൾ അവരും പേഷ്യൻസിന് വേണ്ടി ഇങ്ങനെയുള്ള തുണിത്തരങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് യൂസ് ചെയ്ത തുണിത്തരങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? വെറുതെ അവിടെ ഇവിടെ ഒന്നും ഇടാൻ പാടില്ല. അതിൻ്റെതായിട്ടുള്ള ക്ലിയർലി ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്ന ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവും. അതിപ്പോ ഒരു ബാഗ് ആവാം അല്ലെങ്കിൽ ബക്കറ്റുകളാവാം. അപ്പൊ അങ്ങനെയുള്ള ബാഗുകളിലോ ബക്കറ്റുകളിലോ അങ്ങനെയുള്ള ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള നല്ല ക്ലിയർലി ലേബൽഡ് കണ്ടെയ്നറുകളിൽ തന്നെ ഈ പറയുന്ന തുണിത്തരങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള തുണി ബോക്സ് ആവാം അല്ലെ, ബോക്സ് ആവാം അതെ, ഒരുപാട് സ്ഥലങ്ങളിലോ അതിനുള്ളിൽ ഒരു ബാഗ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവിടെയൊക്കെ അവിടെ ഇവിടെ ഒന്നും ഇടാതെ ഇങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയ തുണിത്തരങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൽ തന്നെ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ സ്ഥാപിക്കണം. ഗ്രീൻ കളറിലാണ്. നോക്കിയേ, സ്റ്റാഫ്സ് who collect, handle, dispose or transport soiled linen are at high risk. ഇങ്ങനെയുള്ള ജീവനക്കാരല്ലേ, അവിടുത്തെ സ്റ്റാഫുകളാണ് ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇത് കൈകാര്യം ചെയ്യുന്നത്, ഇത് ഡിസ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തത് കൊണ്ടുപോകുന്നത് അല്ലെ. ഇങ്ങനെ മലിനമായിട്ടുള്ള തുണിത്തരങ്ങള് അല്ല അറ്റ് ഹൈ റിസ്ക്. അവരെപ്പോഴും എങ്ങനെയാണ്? ഉയർന്ന അപകട സാധ്യതയിലുള്ള ആളുകളാണ് അല്ലെ. എപ്പോഴും അവര് കൈകാര്യം ചെറിയ രീതിയിലുള്ള ഒരു ഫോൾട്ട് പോലും അവർക്ക് അതിൽ നിന്ന് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള കാരണമാവും അല്ലെ. എപ്പോഴും ഇവര് നല്ല ഉയർന്ന റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യതയിലുള്ള ആളുകളാണ് ഇത് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ എന്ന് പറയുന്നത്. അത്രയും ക്ലിയർ ആണോ? സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഓക്കെ അല്ലേ. Then sanitizing washing machines. നമുക്കറിയാം വാഷിംഗ് മെഷീൻസ് എപ്പോഴും നമ്മൾ സാനിറ്റൈസ് ചെയ്യണം. ഓരോ വാഷ് കഴിയുമ്പോഴോ സാനിറ്റൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. In order to prevent cross contamination അല്ലെ. ഇപ്പൊ ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്ത് പോകുന്നത്, അങ്ങനെ ഉള്ള കണ്ടാമിനേഷൻസിലേക്ക് തടയുന്നതിന് വേണ്ടി every washer is sanitized at least once a day. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യമെങ്കിലും ഓരോ ദിവസവും സാനിറ്റൈസ് ചെയ്യണം. എന്ത്? ഈ വാഷിംഗ് മെഷീൻസ് ഒരു ദിവസം നമുക്ക് എപ്പോഴും ചെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വാഷിംഗ് മെഷീൻസ് നിർബന്ധമായിട്ടും സാനിറ്റൈസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഭാഗം ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. എങ്ങനെയാണ് ഈ ലിനൻസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ CSST ഒക്കെ പഠിച്ചപ്പോ പഠിച്ചില്ലേ ഡിസ്ട്രിബ്യൂഷൻ?
ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് എങ്ങനെയാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് എന്ന് പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഇവിടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലും ഈ പറയുന്ന ക്ലീൻ ചെയ്തിട്ടുള്ള തുണിത്തരങ്ങള് എങ്ങനെയാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്, ആ ഒരു സംവിധാനം, ഡിസ്ട്രിബ്യൂഷൻ സംവിധാനമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു 3 എണ്ണമാണ്, 3 ടൈപ്പ് നമുക്ക് പഠിക്കാൻ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്തായിരിക്കും സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? നിങ്ങൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള AC ഒക്കെ കേട്ടിട്ടുണ്ടോ? സെൻട്രലൈസ്ഡ് ആയിട്ട് AC വെക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഓക്കെ, എന്തായിരിക്കും ഒരു വ്യത്യാസം? എന്താണ് സെൻട്രലൈസ്ഡ് എന്നുള്ള മീനിങ്ങിന് വരിക? ഒന്ന് പറഞ്ഞു നോക്ക്, നിങ്ങൾ പറഞ്ഞു നോക്ക്, എന്തായിരിക്കും സെൻട്രലൈസ്ഡ്? ആ ഒരു സെൻട്രൽ റൂമിലായിരിക്കും അല്ലെ? സെൻട്രൽ റൂമിൽ നിന്ന് എല്ലായിടത്തേക്കും, അതെ, ആ മധ്യഭാഗത്ത് അല്ലെ? അപ്പൊ ഈ ഒരു സെൻട്രൽ റൂമിൽ നിന്ന് അവിടെയുള്ള എല്ലായിടത്തേക്കും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റണം? ഈ ലിനൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെയാണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇഷ്യൂയിങ് ഓഫ് ലിനൻ ആൻഡ് ലിനൻ സർക്കുലേഷൻ ഈസ് യൂഷ്വലി കൺട്രോൾഡ് ബൈ ദ സെൻട്രൽ റൂം. ഒരു സെൻട്രൽ റൂം എന്ന് കണ്ടാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ? അവിടെ ഏതായിരിക്കും? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയിരിക്കും കേട്ടോ. അവിടെ ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. ആ ഒരു സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ലിനൻസ് വിതരണം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ദിസ് ഫെസിലിറ്റേറ്റ് ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റാഫ്. അപ്പൊ ഇങ്ങനെ ഒരു സെൻട്രൽ റൂമിൽ നിന്ന് നമ്മൾ എല്ലായിടത്തേക്കും വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാരായിട്ട് നമുക്ക് നല്ല രീതിയിൽ അവരെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. ആ ഒരു സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും ആ ഹോസ്പിറ്റലിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള ലിനൻ വിതരണം ചെയ്യുന്നത്. ദെൻ അവിടെയുള്ള ഒരു റൂം മാത്രമാണുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു റൂമിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരെ മാത്രം കൺട്രോൾ ചെയ്താൽ മതി അല്ലെ? അപ്പൊ നല്ല രീതിയിൽ അവിടുത്തെ സ്റ്റാഫുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇതുവഴി കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലെ? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഓക്കെ അല്ലേ? ഓക്കെ, രണ്ടാമതാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ റൂം ആണെന്ന് പറഞ്ഞു. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് AC ഒക്കെ കേട്ടിട്ടില്ലേ? അതെ, അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാവാം, അല്ലെങ്കിലോ ഓരോ പല ഒരു 3 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ് വിചാരിക്കുക. ഓരോ നിലകളിലേക്ക് ഓരോരോ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് ഫ്ലോറിലേക്ക് ചിലപ്പോൾ ആ ഒരു സെക്ഷനിലേക്കുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ലിനൻസ് വിതരണം ചെയ്യാനായിട്ട് അവിടെ ചിലപ്പോൾ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ ഡിഫറെന്റ് യൂണിറ്റുകളായി തിരിച്ച് ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. കിട്ടിയോ? The different units such as ward, operation theatre, etc. are allotted with needed quotas of linen articles. അപ്പൊ ഇവിടെ ഡിഫറെന്റ് യൂണിറ്റ് ആയിട്ട് തിരിച്ചുകൊണ്ട്, ഇപ്പൊ വാർഡ് യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെയുള്ള യൂണിറ്റുകൾ, ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് തിരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ലിനൻസ് വിതരണം ചെയ്യുന്നതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു AC കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ സെൻട്രലൈസ്ഡ് AC സിസ്റ്റം എന്ന് പറയുമ്പോൾ മധ്യത്തിൽ വെച്ചിട്ട് സെൻട്രൽ റൂമിൽ വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തേക്കും ആ ഒരു AC ആ ഒരു കണക്ക് കിട്ടും അല്ലെ? അതേസമയം ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ? അതായത് റൂമുകളിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ? ഡിഫറെന്റ് യൂണിറ്റ് ആയിട്ട് തിരിച്ചല്ലേ കൊടുക്കുന്നേ? അത് തന്നെ ഇവിടെ ആലോചിച്ച് കിട്ടും കേട്ടോ. ഡിഫറെന്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ തിരിച്ച് അവിടേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ലിനൻസ് വിതരണം ചെയ്യുന്നു. ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ്. അതെ, സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം പോലെ തന്നെ. കിട്ടിയല്ലോ? അപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെച്ച് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. തേർഡ് വൺ ആണ് മിക്സഡ് ലിനൻ സർവീസ്. പറഞ്ഞാറിയാൻ മനസ്സിലാവും. മിക്സഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏതൊക്കെ തമ്മിലുള്ള മിക്സ് ആയിരിക്കും? മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോ ഏതൊക്കെ തമ്മിലുള്ളതായിരിക്കും? ഇവിടെ നമ്മൾ ഏതൊക്കെയാ പഠിച്ചു? ഇപ്പോ എത്ര എണ്ണം പഠിച്ചു? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തില് ആ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലായിടത്തും എന്ത് ചെയ്യുന്നില്ല? സെൻട്രലൈസ്ഡ് ആവില്ല, എല്ലായിടത്തും ഡീസെൻട്രലൈസ്ഡ് ആവില്ല. രണ്ടും കൂടി മിക്സ് ആയിട്ട്
ആയിട്ടുള്ളതായിരിക്കും ആ ഒരു ഹോസ്പിറ്റലിലെ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കിയേ, ലിനൻ സപ്ലൈ ടു സർട്ടൻ സ്പെഷ്യൽ ഏരിയാസ്, ചില സ്പെഷ്യൽ ഏരിയകളിൽ ലിനൻ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നത് ആർ ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസ്ഡ് രീതിയിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് തിരിച്ച് ചില സ്പെഷ്യൽ ഏരിയയിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ലിനൻ വിതരണം ചെയ്യുന്നുണ്ട്. ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ ഏരിയസ്, ഇനി ബാക്കി വരുന്ന മറ്റ് ഏരിയാസിൽ മുഴുവൻ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും, സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ ആയിരിക്കും. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരുപാട് പെട്ടെന്ന് ചിലപ്പോൾ തുണിത്തരങ്ങൾ ആവശ്യമായിട്ട് വരും അല്ലെ, പെട്ടെന്നായിരിക്കും ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു സെൻട്രൽ റൂമിൽ നിന്ന് കൊണ്ടുപോയി എടുക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ കൂടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവിടെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ടാവും, വാർഡിലേക്ക് ചിലപ്പോൾ ഒരു ചെറിയ യൂണിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ആവശ്യമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ആവശ്യമായി വരുന്ന ഏരിയകളില് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ലിനൻസ് വിതരണം ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടേക്ക് ഡീസെൻട്രലൈസ്ഡ് ഏരിയയിലല്ലേ ചെയ്യുന്നത്. ഇനി ബാക്കി വരുന്ന മൊത്തമുള്ള ബാക്കിയുള്ള എല്ലാ ഏരിയയിലേക്കും സെൻട്രലൈസ്ഡ് രീതിയിലായിരിക്കും ലിനൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കിട്ടിയോ? രണ്ടും ഒരുമിച്ച് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. The linen used in our hospital services make a huge effect on the quality of care provided. നല്ല രീതിയിലുള്ള ഗുണനിലവാരമുള്ള ഒരു പരിചരണത്തിൽ നല്ല രീതിയിലുള്ള ഹോസ്പിറ്റൽ സർവീസുകൾ കൊടുക്കണമെങ്കിൽ ഈ ലിനൻസ് നല്ല രീതിയിലുള്ള ലിനൻ അല്ലെങ്കിൽ തുണിത്തരങ്ങൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ മേക്ക് എ ഹ്യൂജ് എഫക്ട് ഓൺ ദ ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡഡ്. അതൊരു വലിയ രീതിയിലുള്ള എന്താണ് ഒരു പ്രഭാവം ആ ഒരു ക്വാളിറ്റി കൊടുക്കുന്ന ആ ഒരു ഗുണനിലവാരമുള്ള പരിചരണത്തില് വലിയ രീതിയിൽ അത് ബാധിക്കും. അപ്പൊ നല്ല രീതിയിലുള്ള ലിനൻസ് കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ ഒരു കെയറിന്റെ ക്വാളിറ്റിയെ തന്നെ ബാധിക്കുകയും ചെയ്യും. Every hospital needs at least 6 sets of linen for each bed. അതൊന്നാണ് ചെയ്ത് വെച്ചേ. ഓരോ ഹോസ്പിറ്റലിലും എല്ലാ ഹോസ്പിറ്റലും every hospital need 6 sets of linen for each bed. ഓരോ ബെഡിനും എത്ര സെറ്റ് ഓഫ് ലിനൻസ് ആവശ്യമായിട്ടുണ്ട്? എത്ര സെറ്റ് ഓഫ് ലിനൻ ആവശ്യമായിട്ടുള്ളത്? 6 സെറ്റ്സ് ഓഫ് ലിനൻ ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ 3 ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? ഓക്കെ, പറയാലോ. നോക്കി, സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോ ഓൾറെഡി എന്താണ് മെഡിക്കൽ ഗ്യാസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. മിക്സഡ് മാത്രം മതിയോ? മിക്സഡ് ആണെങ്കിൽ എന്താ, അവിടെ രണ്ടും വരുന്നുണ്ട് കേട്ടോ. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും വരുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും വരുന്നുണ്ട്. അപ്പൊ അതില് ഡീസെൻട്രലൈസ്ഡ് വരുന്നത് എവിടെയൊക്കെയാന്ന് വെച്ചാൽ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയകളിൽ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാവാം അല്ലെങ്കിൽ ഒരു വാർഡിൽ, അതുപോലെ ഏറ്റവും കൂടുതൽ ലിനൻസ് പെട്ടെന്ന് ആവശ്യമായി വരുന്ന സ്പെഷ്യൽ ഏരിയാസിൽ മാത്രം ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലിനൻ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. അതാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ ഏരിയകളിൽ ഇങ്ങനെയുള്ള ഡീസെൻട്രലൈസ്ഡ് രീതിയിലായിരിക്കും എന്ത് ഇഷ്യൂ ചെയ്യുന്നത്, ഈ പറയുന്ന ലിനൻസ് വിതരണം ചെയ്യുന്നത്. എന്നാൽ ബാക്കി സ്പെഷ്യൽ ഏരിയയിൽ മാത്രമായിരിക്കും ഡീസെൻട്രലൈസ്ഡ് രീതിയിൽ. അല്ലാത്ത ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഏരിയകളിലും സെൻട്രലൈസ്ഡ് രീതിയിൽ ഒരു സെൻട്രൽ റൂമിൽ നിന്ന് തന്നെയായിരിക്കും ലിനൻ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. കിട്ടിയോ? മിക്സഡ് ലിനൻ സർവീസ് രണ്ടും മിക്സ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമ്മുടെ മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. കിട്ടിയോ സൗമ്യ? സൗമ്യ അല്ലേ ചോദിച്ചത്? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. 6 സെറ്റ്സ് ഓഫ് ലിനൻ എന്ന് പറഞ്ഞില്ലേ, ഓരോ ബെഡിന്റെ കണക്കാട്ടോ പറയുന്നത്. ഒരു ബെഡിന് 6 സെറ്റ് ഓഫ് ലിനൻ എപ്പോഴും ഏതൊരു ഹോസ്പിറ്റലിലും ആവശ്യമായിട്ടുണ്ട്. അതാണ് 6 സെറ്റ്സ് ഓഫ് ലിനൻ റൊട്ടേഷൻ ഫോർ 1 ഇൻപേഷ്യന്റ് ബെഡ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരു ഇൻപേഷ്യന്റ് ബെഡിന് 6 സെറ്റ് ഓഫ് ലിനൻ റൊട്ടേഷൻ നടത്താനായിട്ട് ആവശ്യമുണ്ട്. അതിൽ ഒരു സെറ്റ്, 6 സെറ്റ് വേണമെന്നാ പറയുന്നത്. അതിൽ ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊന്നും അണ്ടർലൈൻ ചെയ്യാട്ടോ, ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 സെറ്റ് ഓഫ് ലിനൻ എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ്, ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറുമാണ്. കിട്ടിയോ? അപ്പൊ നമ്മുടെ ബെഡ്, നമ്മുടെ വാർഡിലോ അല്ലെങ്കിൽ റൂമിലൊക്കെ നമ്മൾ താമസിക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന് നമുക്ക് പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ വന്നുകൊണ്ട് തിരിച്ചു തരാറില്ലേ? പെട്ടെന്ന് അത് എന്തെങ്കിലും പുഷ്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വീണ് കഴിഞ്ഞാലോ അപ്പൊ തന്നെ അവർ അടുത്ത് മാറ്റി തരാറില്ലേ?
ചെയ്യാനില്ലേ? അതുപോലെ അങ്ങനെ ഓരോന്നും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് അതിൽ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു ഷീറ്റും ഒരു പില്ലോ കവറും ആണ്. അങ്ങനെ ഉള്ള 6 സെറ്റ് ലിനൻ ഒരു ഇൻപേഷ്യന്റ് ബെഡിന് അറ്റ് എ ടൈം വേണം. ക്ലിയർ ആണോ? അത്രയും മനസ്സിലായെങ്കിൽ മാത്രം അടുത്തത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അത്രയും ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ് റൊട്ടേഷൻ എന്നുള്ളതാണ് പറയുന്നത്. നോക്കിയേ, അത് ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നോക്കിയേ, അപ്പൊ നമ്മൾ 6 എണ്ണം അല്ലേ, 6 സെറ്റ് വേണം എന്നല്ലേ പറഞ്ഞു. അതിന് രണ്ടെണ്ണം ഇതാ നമ്മൾ പറയാൻ പോകും. നോക്കിയേ, 2 സെറ്റ്സ് ഫോർ വാഷ്, 2 എണ്ണം വാഷ് ചെയ്യാനായിട്ടുള്ള സെറ്റുകളാണ്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1 ബെഡ്ഷീറ്റ് ഓൺ ദ വേ ടു ദ ലോണ്ട്രി, ഒരെണ്ണം ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് വാഷ് ചെയ്യാനായിട്ട് ഒരു ഷീറ്റും പില്ലോ കൊണ്ടുപോകുമായിരിക്കും. നമ്മളൊരു പുതിയ റൂമിലേക്ക് നമ്മൾ ഒരു പേഷ്യന്റ് ആയിട്ട് ചെന്ന് അഡ്മിറ്റ് ആയി വിചാരിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരെണ്ണം നമുക്ക് അവിടെ നിന്ന് മാറ്റിയിട്ട് പുതിയ ഒരെണ്ണം വിരിച്ചു തരാറില്ലേ? അപ്പൊ അതൊരെണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരപ്പോ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? വാഷിങ്ങിന് വേണ്ടി കൊണ്ടുപോവല്ലേ? വാഷിങ്ങിന് വേണ്ടി കൊണ്ടുപോവല്ലേ ചെയ്യുന്നേ? അപ്പൊ അവിടെ ഒരെണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? അവര് വാഷിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഇനി one sheet already in laundry's washing cycle, ഒരെണ്ണം എന്തായിട്ടുണ്ടാവും? അവിടെ ലോണ്ട്രിയുടെ വാഷിംഗ് സൈക്കിളില് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരെണ്ണം ലോണ്ട്രിയിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും. ഒരെണ്ണം അവിടെ വാഷിംഗ് സൈക്കിളില് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ 2 സെറ്റ് ഓഫ് വാഷിംഗ് എന്ന് പറയും, 2 സെറ്റ്സ് ഓഫ് വാഷ് എന്ന് പറയുന്നത് ഒരു ബെഡ്ഷീറ്റ് ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുപോവായിരിക്കും. എവിടേക്ക്? ലോണ്ട്രിയിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും. ഒരെണ്ണം ഓൾറെഡി ലോണ്ട്രിയുടെ വാഷിംഗ് സൈക്കിളില് ആ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ക്ലിയർ അല്ലേ? 2 സെറ്റ്സ് ഫോർ വാഷ്. രണ്ടാമത്തെ ഓക്കെ, 2 സെറ്റ്സ് ഇൻ യൂസ്. ഇനി 2 എണ്ണം ഉപയോഗിക്കാനായിട്ട് വേണം. ഏതൊക്കെയാ? 1 ബെഡ്ഷീറ്റ് ഷുഡ് ഓൾറെഡി ബി ഓൺ ദ ബെഡ്, ഒരെണ്ണം നമ്മുടെ ബെഡിൽ വിരിച്ചിട്ടുണ്ടാവും ഇല്ലേ? And one should be ready to be used. ഒരെണ്ണം ഈ പറയുന്ന ബെഡ്ഷീറ്റില് എന്തെങ്കിലും ഒരു കറയോ അല്ലെങ്കിൽ ഒരു വെള്ളമോ ഒക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പറയും അടുത്തത് മാറ്റി തരാൻ പറയും അല്ലെ? ഉടനെ തന്നെ അവർ കൊണ്ടുവന്ന് അടുത്തത് മാറ്റിയിട്ട് തരാറില്ലേ? അതാണ് പറയുന്നത്. ഒരെണ്ണം രണ്ടാമത് എന്താ? യൂസ് ചെയ്യാൻ വേണ്ടിട്ട് 2 സെറ്റ് വേണം. ഒരെണ്ണം ഓൾറെഡി ബെഡിൽ വിരിച്ചിട്ടുണ്ടാവും, ഒരെണ്ണം എപ്പോഴാണോ ഉപയോഗിക്കാൻ ആവശ്യം വരുന്നത് അപ്പോ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? 2 സെറ്റ്സ് ഇൻ യൂസ്. ഓക്കെ. Then next 2 sets in stock. 2 എണ്ണം എന്തിനുണ്ടാവണം? സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുകയും വേണം. ക്ലിയർ ആണോ? ആ ഒരു 6 സെറ്റ് മനസ്സിലായോ? 2 എണ്ണം വാഷിന് വേണ്ടി, ഒരെണ്ണം എങ്ങോട്ടാണ്? 2 എണ്ണം വാഷിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നത് എന്താ? ഒരെണ്ണം ലോണ്ട്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും, ഒരെണ്ണം ഓൾറെഡി ലോണ്ട്രി സൈക്കിളിൽ ഉണ്ടാവും. രണ്ടാമത്തെ പറയുന്നത് 2 സെറ്റ്സ് ഇൻ യൂസ്, 2 എണ്ണം ഉപയോഗത്തിനായിട്ട് വേണം. അതിലൊരെണ്ണം ഓൾറെഡി ബെഡിൽ വിരിച്ചിട്ടുണ്ടാവും, ഒരെണ്ണം എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇനി 2 സെറ്റ്സ് സ്റ്റോക്കില് 2 സെറ്റ് സ്റ്റോക്ക് ആയിട്ട് ഉണ്ടായിരിക്കണം. അതാണ് 6 സെറ്റ് ഓഫ് ലിനൻ അറ്റ് എ ടൈം ഒരു ഇൻപേഷ്യന്റ് ബെഡിന് വേണം എന്ന് പറയുന്നത്. അതിൽ ഒരു സെറ്റ് ഓഫ് ലിനൻ എന്ന് പറയുന്നത് ഒരു ഷീറ്റും ഒരു പില്ലോ കവറുമാണ്. ക്ലിയർ ആണോ? അത്രയും ഭാഗം റൊട്ടേഷൻ വരെ ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ചലഞ്ചസ്. നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ചലഞ്ചസ്. എന്തൊക്കെയാണ്? ദ ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഫേസസ് സം മേജർ ചലഞ്ചസ്. ഇനി ലോണ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചില മേജർ ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നമുക്കറിയാം, ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ് അല്ലെ? അവിടെ ചില ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ എന്ത് ചെയ്യാം? മോഷണം പോവാം അല്ലെങ്കിൽ നഷ്ടപ്പെടാം അല്ലെ? കളവ് പോവാം അല്ലെ? അതൊരു ചലഞ്ചാണ്, ഇവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് അല്ലെ? രണ്ടാമത്തത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. നല്ല രീതിയിൽ ലോണ്ട്രി പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്തില്ല എങ്കിൽ അവിടെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അങ്ങനെയുള്ള ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതോ ഇവര് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. മൂന്നാമതായിട്ട് ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ട്രി ഹൈജീൻ പ്രോസസ്. അവിടെയുള്ള ജീവനക്കാർക്ക് എങ്ങനെ നല്ല രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് നന്നായി നിർവചിക്കപ്പെട്ട, വെൽ ഡിഫൈൻഡ് നന്നായി നിർവചിക്കപ്പെട്ട ഒരു ലോണ്ട്രി ഹൈജീനിക് പ്രോസസ്, ലോണ്ട്രിയിലുള്ള ശുചിത്വപരമായിട്ടുള്ള പ്രക്രിയയുടെ അഭാവം. ഇവർക്ക് അവിടെയുള്ള ജീവനക്കാർക്ക് ഈ പറയുന്നത് എങ്ങനെയാണ് അവിടെ ശുചിത്വം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്, ആ ഹൈജീനിക് പ്രോസസ് എങ്ങനെയാണ് ആ ലോണ്ട്രിയിൽ നടപ്പിലാക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അവിടെയുള്ള ജീവനക്കാർ
ജീവനക്കാർക്ക് ശരിയായ ഒരു അവബോധം ഇല്ലായ്മ. അപ്പൊ അങ്ങനെ ഒരു അവബോധം അല്ലെങ്കിൽ അവർക്ക് അതിനെ പറ്റിയുള്ള ഒരു അറിവില്ലാതെ വരുമ്പോൾ അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സും അതിനനുസരിച്ച് എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ളതായിട്ട് പോവില്ല അല്ലെ. ഇപ്പൊ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും അതുവഴി ഉണ്ടാകാം. അപ്പൊ അതും എന്താണ് ഒരു ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അപ്പൊ എപ്പോഴും നല്ല ജീവനക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ്ങുകള് എഡ്യൂക്കേഷൻസ് ഈ പറയുന്ന ഹൈജീനിക് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഹൈ കോസ്റ്റ്. ഒരു ഉയർന്ന ചിലവുകൾ വരുന്നുണ്ട് അല്ലെ. ഈ ലോണ്ടറിയിൽ പല പല പുതിയ മെഷീൻസ് കൊണ്ടുവരേണ്ടതായിട്ട് വരും. പല രീതിയിലുള്ള പല പല കാര്യങ്ങൾ പുതിയ ജീവനക്കാർ ഒരുപാട് വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ പല രീതിയിലും ഒരു ഉയർന്ന ചിലവ് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉയർന്ന ചിലവ് വരുന്നതും ഇവർ ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്. ലാസ്റ്റ് വരുന്നതാണ് ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. അവിടെയുള്ള ലോണ്ടറി മെഷീൻസ് പെട്ടെന്ന് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അന്നത്തെ ലോണ്ടറി പ്രോസസ്സിനെ ബാധിക്കില്ലേ അല്ലെ. അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് ഒക്കെ അവിടെ എന്ത് ചെയ്യും, നിർത്തിവെക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെയുള്ള ലോണ്ടറി മെഷീൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള യന്ത്രങ്ങളൊക്കെ തകരാറിലാകുന്നതോ ഇവർ ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ചസിൽ വരുന്നതാണ്. അപ്പൊ ആ മേജർ ചലഞ്ചസിൽ എന്താ ഫസ്റ്റ് പറഞ്ഞേ, ലിനൻസ് അല്ലെങ്കിൽ എന്താണ് ലോസ് ഓഫ് ലിനൻ തെഫ്റ്റ്, എന്തെങ്കിലുമൊക്കെ തുണിത്തരങ്ങള് നഷ്ടപ്പെട്ടു പോവാം അല്ലെങ്കിൽ കളവ് വന്നു പോകും അല്ലെ. രണ്ടാമതായിട്ട് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസുകൾ വരുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് അവിടെയുള്ള ലോണ്ടറിയുമായി ബന്ധപ്പെട്ട ശുചിത്വ പ്രക്രിയ എങ്ങനെ അവിടെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ച് അവരുടെ ജീവനക്കാർക്ക് ശരിയായ ഒരു അവബോധം ഉണ്ടായി പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉയർന്ന ചിലവ് വരുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്, അവിടെയുള്ള യന്ത്രങ്ങള് തകരാറിലാവുന്നതോ അവിടെ അവർ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. കിട്ടിയോ ചലഞ്ചസ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചലഞ്ച് ആണ് അല്ലെ. നമുക്ക് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടൊന്നുമില്ല, ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ. ലാസ്റ്റ് ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സേഫ് ക്ലീൻ. നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ആണ്, ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണ് ഉത്തരവാദിത്തമുള്ളത്, എന്തിനു വേണ്ടിയാ, വളരെ സുരക്ഷിതവും വൃത്തിയുള്ളതും സമൃദ്ധവും ഒരു സമയബന്ധിതവുമായിട്ട് ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങള് ആവശ്യമുള്ള യൂസർ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ശരിയായ സമയത്ത് കൊടുക്കണം, ശരിയായ സ്ഥലത്ത് ശരിയായ അളവിലും ശരിയായ വിലയിലും എന്ത് ചെയ്യണം, എത്തിച്ചു നൽകുക എന്നത് ഒരു ലോണ്ടറി സർവീസിന്റെ ഉത്തരവാദിത്തമാണ്. Then every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. ഏതൊരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഏതൊരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ വരുന്ന പേഷ്യൻസിനെ എന്തുറപ്പ് വരുത്തണം, അവർ വരുന്ന പേഷ്യൻസ് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം ആൻഡ് അൾട്ടിമേറ്റ്ലി വളരെ അത്യന്തികമായിട്ട് അവർ വളരെ സുരക്ഷിതവും ആരോഗ്യകരവുമുള്ള ആളുകളായിട്ട് വേണം ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകാനായിട്ട് അല്ലെ. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടത് ആ ഒരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുകളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കിട്ടിയോ? ലാസ്റ്റ് ഭാഗം ക്ലിയർ ആണോ? നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. സമയമുള്ളതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒരു ടെസ്റ്റ് പേപ്പർ പോലെയൊക്കെ നടത്താം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.